ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 4 പേർക്കുള്ള അവിൽ മിൽക്കാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ തണുക്കാൻ വെക്കണം. ഇനി ഇതേ പാനിലേക്ക് പീനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പീനട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാം പീനട്ട് റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പീനട്ടും ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറാൻ വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് മൈസൂർ പഴമാണ്. മൈസൂർ പഴം ഇല്ലെങ്കിൽ കദളിപ്പഴം അല്ലെങ്കിൽ റോബസ്റ്റോ എടുക്കാം. പക്ഷേ ഏറ്റവും ടേസ്റ്റ് മൈസൂർ പഴത്തിനാണ്. ഞാനിവിടെ 8 മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് പഴം ഒടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്മാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ തവി കൊണ്ടോ മറ്റോ ഒടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ സ്മാഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ നന്നായിട്ട് സ്മാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കണം. 2 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കട്ടപ്പാൽ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി അതും ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം അങ്ങനെയും ചേർക്കാം. ഇനി പാലും പഴമെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച അവിലിട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അവിൽ നന്നായിട്ട് മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച കടല ഇട്ട് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് തിക്കായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കാം. എനിക്കിത് ഇതുപോലെ തിക്കായിട്ട് കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ അവിൽ മിൽക്ക് ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ അതിലുള്ള അവിലെല്ലാം കുതിർന്നു പോവും. ഇനി ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് കഴിച്ചാൽ ഇതിന് ദാഹവും മാറും, വിശപ്പും മാറും. രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ചൂട് സമയത്തൊക്കെ പുറത്ത് വന്നാൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. ഇതിലേക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടി കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റ് പൊടി ഇതുപോലെ വിതറി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.